സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ ആലോചിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നോക്കുന്നത് തൊട്ടടുത്തൊരു ജംഗ്ഷൻ വേണം. അതായത് ഷോപ്പുകൾ വേണം, എടിഎം വേണം, ബസ്സുകൾ എളുപ്പത്തിൽ കിട്ടണം. അങ്ങനെയുള്ള സ്ഥലത്തിനടുത്തായിരിക്കണം. എസ്പെഷ്യലി ഇവിടെ നല്ലൊരു വില്ല പ്രൊജക്റ്റിനകത്താണെങ്കിൽ അത്രയും നല്ലത്. ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്കായി കൊണ്ടുവരുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. പൂക്കാട്ടുപടി ജംഗ്ഷന് വളരെ അടുത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് പൂക്കാട്ടുപടി ജംഗ്ഷൻ. അവിടെ നിന്ന് വെറും 650 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലയിലേക്കുള്ള ദൂരം വരുന്നത്. 6 വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. റോഡിനടുത്താണ്. ടാർ റോഡ് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് ഇതുപോലെ വൈഡ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. ഒന്നിനൊന്ന് ഭംഗിയായിട്ടാണ് ഓരോ വില്ലകളും ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെയിലിനായിട്ടുള്ളതാണ്. നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പല വീടുകളും ഇതിനകത്ത് കണ്ടതാണ്. ഇതിൽ ഏത് വീട് സ്വന്തമാക്കണമെങ്കിലും 3 ബെഡ്റൂമിന്റെയോ 4 ബെഡ്റൂമിന്റെയോ ഏതായിക്കോട്ടെ മാർബിൾ ഹോംസിനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4.12 ആണ് ലാൻഡ് അളവ്. 2010 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് മനോഹരമായ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ടെക്സ്റ്റ് ഡിസൈൻ ആണ്. അതിനകത്ത് നമുക്ക് സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിലായിട്ട് ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയുള്ള ഡിസൈൻ ആണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ്. വീടിന്റെ എലിവേഷൻ ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പോലുള്ള എല്ലാം വരുന്നുണ്ട്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ട് ബോക്സി ഷേപ്പിൽ നമ്മുടെ മൈൻഡിലേക്ക് എളുപ്പം കയറി കൂടുന്ന ഒരു ഡിസൈൻ ആണ് എലിവേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ കയറുന്നത് കോമ്പൗണ്ടിനകത്തേക്കാണ്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ കോബിൾ സ്റ്റോൺസും നോർമൽ സ്റ്റോൺസ് എല്ലാം മാറി മാറിയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് കാർ പോർച്ച് വരുന്നത്. ഒന്നാമത്തെ കാർ ഇവിടെ പാർക്ക് ചെയ്യാം. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസുമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നോക്കുവാണെങ്കിൽ KWയുടെ വാട്ടർ ഉണ്ട്. മറ്റൊരെണ്ണം നിങ്ങൾക്കുള്ളത് ബോർവെൽ വാട്ടറും കൂടിയാണ്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് വീടിനകത്തുള്ള മതിൽ കോമ്പൗണ്ട് കംപ്ലീറ്റ് ആയ ടെക്സ്ചർ വർക്കാണ്. ഇവിടെ നിങ്ങൾക്കൊരു പ്ലാന്റ് ബോക്സ് കാണാവുന്നതാണ്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിലും ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കിട്ടുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് സ്പേസ് ഇതുപോലെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആ കാണുന്നത് വർക്ക് ഏരിയയുടെ ഡോറാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് നമുക്ക് തന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു അറേഞ്ച്മെന്റ് കൂടി ചെയ്തിട്ടുണ്ട്. അതിന് താഴേക്ക് പോയാൽ അത് നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ട് കൂടി യൂസ് ചെയ്യാവുന്ന അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് കാർ പോർഷന്റെ ഈ ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെയും ഒരു പ്ലാന്റ് ബോക്സ് കാണാം. അതിന്റെ ബാക്കിലുള്ള വോൾ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ച് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോറ് കാണാം. നമുക്ക് നല്ലൊരു പാറ്റോ ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ ഡോറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് വീടിന് നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം 4 ചെയറുകൾ വരെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. പില്ലർ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ്. മുകളിലൊക്കെ ഞാൻ നിൽക്കുന്നതിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ ചെറിയ LED ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം അറിയണ്ടേ? പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വെറും 650 മീറ്റർ. ഇൻഫോ പാർക്കിലേക്കും ഇടപ്പള്ളിയിലേക്കും നോക്കുവാണെങ്കിൽ 12 കിലോമീറ്റർ ആണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിലേക്കും ആലുവയിലേക്കും 9 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് ഈസിയാണ്. 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. ഇവിടുത്തെ മരങ്ങൾ ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ദർശനം നോക്കുവാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇതുപോലെ ഡിസൈനിൽ 2 പാളിയിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വീടിന്റെ ലിവിംഗ് സ്പേസ് വരുന്നത്. 11 ഫീറ്റിലാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ് ഫ്ലോർ ടൈല് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്നാൽ നേരെ കാണുന്നത് TV യൂണിറ്റ് ആണ്. ഭംഗിയുള്ള ഡിസൈനിൽ പാനലിംഗ് വർക്കുകളും നല്ല ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഫ്രഞ്ച് മോഡൽ വിൻഡോസ് ആണ് വരുന്നത്. നിങ്ങൾ നേരെ ഡൈനിങ്ങിലേക്ക് വന്നോളൂ. 12 അടി നീളവും 8.5 അടി വീതിയുമുള്ള നല്ലൊരു ഡൈനിങ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നിങ്ങൾക്ക് 3 വിൻഡോസ് വരുന്നത്. വിൻഡോസിന്റെ ഈ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള വോള് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് റൂഫിൽ സ്കൈ വിസിബിൾ ആണ്. ഭംഗിയായിട്ട് പെർഗോള മോഡലാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. സെറയുടെയാണ് വാഷ് സ്പേസ്. പാനലിംഗ് വർക്കുകളും വുഡൻ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. താഴെ ഭംഗിയായിട്ട് കബോർഡുകളായിട്ട് കൊടുത്തിട്ട് അതിന്റെ താഴെയും ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഈ ഒരു ഷേപ്പിൽ നല്ലൊരു വലിയ ഡൈനിങ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. അത് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ പാറ്റിയോ ഏരിയയിലേക്കാണ്. വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ക്ലാഡിംഗ് സ്റ്റോൺസും ലൈറ്റ് ഫിറ്റിംഗ്സും. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോളികാർബൺ ഷീറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു വൈബോട് കൂടിയിട്ട് ഈ ഏരിയ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് ഡോറും കിട്ടുന്നുണ്ട്. നമുക്കിത് നേരെ കിച്ചൺ കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് CCTVയുടെ കണക്റ്റഡ് ആണ് ഓൾറെഡി വീട്. അതിന്റെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന TV ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. എൻട്രൻസ് ഒക്കെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് ക്യാബിനറ്റ്സ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന കബോർഡുകളുടെ എല്ലാം ഗ്യാപ്പുകൾ നോക്കുവാണെങ്കിൽ കാണാം ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലിക്കയുടെ ഒരു ചിമ്മിണി കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് 3 വിൻഡോസും വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ഡോറ് കാണാം. ഡോറ് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. രണ്ട് സൈഡിലും ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നന്നായിട്ടൊരു കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. താഴെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കബോർഡുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താഴെ വാഷിംഗ് മെഷീൻ വെക്കണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷനും ഇലക്ട്രിക്കൽ കണക്ഷനും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത്. താഴെ നിങ്ങൾക്ക് ഇതുപോലെ സാധനങ്ങൾ സൂക്ഷിക്കാനും നിങ്ങളുടെ ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ താഴെയുള്ള ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഗ്രേ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്പേസിന്റെ ഈ ഭാഗം നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഒരു പാനലിംഗ് വർക്കാണ്. ഇവിടെ നമുക്ക് ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള എന്തെങ്കിലും ഡിസ്പ്ലേ ഐറ്റംസ് ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ഈ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾക്ക് ഓരോ ബെഡ്റൂമുകൾ, താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് 13.5 11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും എല്ലാം ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് സെറയുടെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. 14.5 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആണ് വരുന്നത്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും റൂഫ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നിങ്ങളുടെ വാർഡ്രോബുകൾ, അതും നല്ല ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ മാറിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അവിടെയും നോക്കിയാൽ കാണാം ഓപ്പൺ ഷെൽഫുകളും താഴെ നിറയെ ഡ്രോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്രേ കളറിൽ ഭംഗിയുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങൾ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് സെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെപ്പുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ നേരെ മുകളിലുള്ള റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷാൻലിയർ ആണ് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. ഞാനിപ്പോൾ സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ നല്ലൊരു വലിയൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാളാണ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഇങ്ങനെയാണ് ഞാൻ സ്ട്രേറ്റ് ഇവിടെ നിന്ന് വന്നു. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വലിയൊരു ഹാള് തന്നെയാണ് കിട്ടുന്നത്. ഈ കാണുന്ന ഹാളിന്റെ റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഈ ഒരു പോർഷൻ ആണ് അപ്പർ ലിവിംഗിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. TV വയ്ക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗിയായിട്ടൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഡോറ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ബാൽക്കണിയുടെ ഡോറാണ്. ബാൽക്കണി നോക്കിക്കോളും. വലിയൊരു സ്പേസ് തന്നെ നിങ്ങൾക്ക് ബാൽക്കണിക്ക് കിട്ടുന്നുണ്ട്. കോർണർ പോർഷനിൽ ഒരു ഭംഗിയായ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വലിയ ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് തന്നെ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്.
ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസുമാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ അപ്പർ ലിവിങ്ങിന്റെ ഈ ഒരു പോർഷൻ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം നമുക്ക് താഴെ നിന്ന് നോക്കിയപ്പോൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ടതാണ്. വോളിൽ നല്ലൊരു ഡിസൈനും മുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്കൈ ആണ് വിസിബിൾ എന്ന്. നിങ്ങൾക്ക് ഓൾറെഡി കാണാം, ഇവിടെ നോക്കുമ്പോൾ തന്നെ സൺലൈറ്റ് വീടിനകത്തേക്ക് നല്ല രീതിയിൽ തന്നെ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ടി വി യൂണിറ്റിന്റെ അടുത്തായിട്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ടോട്ടലി നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 14.5 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് വിൻഡോസ് കാണാവുന്നതാണ്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും നോർമൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിളിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ ഒരുപാട് കിട്ടുന്നുണ്ട്. താഴെ ക്ലോസ്ഡ് കബോർഡുകളുമാണ് വരുന്നത്. വാർഡ്രോബ് നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയയിലേക്ക് മാറിയിട്ട് ഈ ഭാഗത്താണ്. അതും നല്ല രീതിയിൽ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടുത്തെ തട്ടാരികളുടെ ഡിസൈൻ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിൽ തന്നെയാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് സെറയുടെയാണ് വരുന്നത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ബെഡ്റൂമുകൾ തമ്മിൽ നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 11.5 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ഇവിടെ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ലൊരു കളർ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. റൂഫ് ആസ് യൂഷ്വൽ പോലെ തന്നെ നമുക്ക് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും ചെറിയ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 4 ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് റൂം കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കുകയുള്ളൂ, യാതൊരു കൺജഷനുള്ള ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനായിട്ടൊക്കെ ഈ ഒരു റൂം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ടേബിൾ അറേഞ്ച്മെന്റും അതുപോലെ തന്നെ മുകളിലൊക്കെ നോക്കിയാൽ കബോർഡുകളും കിട്ടുന്നുണ്ട്. റൂഫിൽ നല്ല സിമ്പിൾ ആയിട്ട് LED സ്ട്രിപ്പിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് കോൺക്രീറ്റ് ആയിട്ട് ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് റൂം വരുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഡോർ വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പുകളൊക്കെ വളരെ സേഫ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെത്തുന്നത് വരെ റൂഫും സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ മനോഹരമായ ഒരു വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 650 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ഇൻഫോ പാർക്കുകാർക്കാണെങ്കിലും കുസാറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ആലുവ, ഇടപ്പള്ളി എല്ലായിടത്തേക്കും നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും ഈസി ആക്സസ് ആണ്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4.12 ആണ്. 2010 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. 4.12 സെന്റ് ഓഫ് ലാൻഡിൽ 2010 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകൾ നിങ്ങൾ നോക്കിയാൽ 2 എണ്ണത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 2 വീലർ വെക്കാൻ വേറെയും കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ബോർവെൽ വാട്ടറും KW കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിനടുത്താണ്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 99 ലക്ഷം രൂപയാണ്. 99 ലാക്സ് എന്നുള്ള ഇതിന്റെ ഈ ഒരു പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീടിന് ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. മാർബിൾ ഹോംസിന്റെ നമ്പറുകൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഫോൺ ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചിട്ട് നിങ്ങളുടെ പേരും കൂടെ ടൈപ്പ് ചെയ്തിട്ടാൽ ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട. സ്ക്രീനിൽ നമ്പറുകളുണ്ട്. പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.